ഞാൻ ഫൈസലൊക്കെയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. അതായത് എന്നോട് പറഞ്ഞു, വീണ ഒരു തവണ ഞങ്ങളുടെ ഫാക്ടറി കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീണ ഒരു തവണ ഞങ്ങളുടെ വർക്കിംഗ് മെത്തേഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വീണ മറ്റൊരിടത്ത് പോയി ഒരു ഫേർണിച്ചർ എടുക്കില്ലെന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ചെറിയ ഡിസ്കൗണ്ടഡ് പ്രൈസുകളിൽ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസുകളിൽ ഫേർണിച്ചർ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര, ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ സാധിക്കുക? ഇനി ഇവരെവിടെയെങ്കിലുമൊക്കെ ചില മാനേജ്മെൻറ്റുകൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ തടിയുടെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്രയും ചെറിയ എമൗണ്ടിൽ ഇത്രയും സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ വീണയുടെ പഴയ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് അങ്ങനെയാവില്ല, ലിവിങ് സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ടാവാം. പഴയ വീട്ടിൽ കട്ടിലൊരു ടൈപ്പ് ആയിരിക്കാം, വാർഡ്രോബ് ഒരു ടൈപ്പിലായിരിക്കാം, ഡ്രസ്സിംഗ് ടേബിൾ വേറൊരു സമയത്ത് വാങ്ങിയതായിരിക്കാം. അവിടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ സൈഡിൽ വരുന്ന ഒരു സൈഡ് ബോക്സ്, കോട്ട് ബോക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനം വേറെ കളറായിരിക്കും അല്ലേ. അതുപോലെ അത് മാറിയിട്ട് നമുക്കൊരു 50,000 മുതൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 5 വർഷം 10 വർഷമൊക്കെ 5 വർഷമൊക്കെ വാറണ്ടിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒരു കളർ കോമ്പിനേഷനിൽ വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ തടി മാത്രമല്ല, എഞ്ചിനീയർ വുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ക്വാളിറ്റിയുള്ള എഞ്ചിനീയർ വുഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫാക്ടറിയിൽ നിന്ന് മേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫാക്ടറിയിൽ നിന്ന് മേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു വർക്ക് അലൈൻമെന്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ സ്പീഡ് പ്രോസസ് ആയിരിക്കും. നിങ്ങളുടെ വീടിന്റെ ഒരു ബെഡ്റൂം സെറ്റിന്റെ വർക്കൊക്കെ നിങ്ങൾക്ക് ഒരു 7-8 മണിക്കൂറുകൾ കൊണ്ട് തന്നെ തീർക്കാൻ കഴിയും. അത് റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഈ മെഷീനറീസ് ഒക്കെ വെച്ചിട്ട് ആളുകളുടെ ലേബർ ചാർജ് കുറച്ച്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാർപ്പൻറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ കുറച്ചും കൂടി വർക്ക് ഓറിയന്റഡ് ആണ്, കുറച്ചും കൂടി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ ലേബറൊക്കെ കുറവാണ്.